ഇതുവരെ നമുക്ക് സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. നമ്മുടെ ഒരു ട്രിപ്പ് നമ്മൾ പോകുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ നമ്മളേതെങ്കിലും ഒരു പ്ലേസിൻ്റെ ടൈം തെറ്റിയാൽ ബാക്കിയെല്ലാം തെറ്റും. അതാണ് നമ്മൾ ആ ഇറ്റിനറി കറക്റ്റായിട്ട് പോകണം. ഇതിപ്പോൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ബുധനാഴ്ചയാണ് എത്തിയത്. ബുധനാഴ്ചയാണ് നമ്മൾ ട്രിപ്പ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത്. ബാക്കി 2 ദിവസം ട്രെയിനായിരുന്നു. തിങ്കളാഴ്ച നമ്മൾ ട്രെയിൻ കയറി ബുധനാഴ്ച രാവിലെ ഇവിടെ എത്തി. പക്ഷേ ബുധനാഴ്ച നമുക്ക് 2 സ്പോട്ടായിരുന്നു മെയിനായിട്ട്, ആഗ്ര ഫോർട്ടും പിന്നെ താജ്മഹലും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കന്ന് ആഗ്ര ഫോർട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം അന്ന് ദില്ലി മിനിസ്റ്റർ ആരാണ്ട് താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലോസ്ഡായി. പിന്നെ അത് ഓപ്പൺ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കാണാൻ വന്ന എല്ലാ ആൾക്കാരും ഈ ആഗ്ര ഫോർട്ടിൽ വന്നൊരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കി ഒരു 5 മണിയാകുമ്പോഴെങ്കിലും താജ്മഹൽ കാണാൻ പറ്റുമെന്ന്. നമ്മളൊരു 4 മണിയാകുമ്പോൾ താജ്മഹൽ പോകാമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. അതാകുമ്പോൾ 6:30 അത് ക്ലോസ് ചെയ്യുക. അത്രയും സമയം നമുക്ക് അവിടെ കിട്ടും. നമുക്ക് ആയത്തിൽ കണ്ട് റെസ്റ്റ് ചെയ്ത് ഇഷ്ടപ്രകാരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും പിന്നെ അത് നന്നായി ആസ്വദിക്കാനുള്ള സമയം കിട്ടുമായിരുന്നു. അപ്പോൾ ഇത് തന്നെ ക്യാൻസലായി. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. പിറ്റേ ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. അപ്പോൾ പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ 2ാമത്തെ ദിവസം വ്യാഴാഴ്ച, അതായത് ഇന്നലെ. അപ്പോൾ പക്ഷേ ഇന്നലെ അപ്പോൾ രാവിലെ നേരത്തെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതലും താജ്മഹൽ ഒന്നെങ്കിൽ രാവിലെ നേരത്തെ പോവുക അല്ലെങ്കിൽ ഈവനിങ് പോവുക. അതാണ് ഏറ്റവും നല്ല വ്യൂ. അപ്പോൾ പോകുന്നതാണ് ഏറ്റവും നല്ലതല്ലെങ്കിൽ പിന്നെ ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ രാവിലെ നേരത്തെ എന്ന് പറയുമ്പോൾ ഒരു 5:30 ആകുമ്പോഴത്തേക്കും റെഡിയായി 6 മണിയാകുമ്പോഴത്തേക്കും പോകാൻ. 6 മണിക്കാണ്, രാവിലെ 6 മണിക്കാണ് താജ്മഹൽ ഓപ്പൺ ചെയ്യുക അങ്ങനെ പറഞ്ഞു. പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മൾ വരുന്നത് ഒരു ഗ്രൂപ്പായിട്ടാണ്, പേഴ്സണലായിട്ടല്ല. നമ്മൾ സിംഗിൾ പാക്കേജോ കപ്പിൾ പാക്കേജോ അല്ല എടുത്തേക്കണത്, ഗ്രൂപ്പ് പാക്കേജാണ്. അപ്പോൾ നമ്മുടെ കൂടെ വേറെയും കുറേ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ആ സമയത്തേക്ക് റെഡിയായി വരുമ്പോഴത്തേക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ലാഗാവും. അപ്പോൾ എത്ര നമ്മൾ 6 മണിയെന്ന് പറഞ്ഞാൽ 6:30 പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ പരാതികൾ അത് ഇത് അങ്ങനെയൊക്കെ ആയിട്ട് ലാഗായി. പിന്നെ അവിടെ ചെന്നിട്ടും ഈ പറഞ്ഞ പോലെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകും. പിന്നെ ഇവരെല്ലാവരും നമ്മൾ താറാക്കൂട്ടത്തെ ആട്ടി തെളിക്കണം പോലെ ആട്ടി തെളിക്കണമല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നും പല കാര്യങ്ങൾക്കും ലേറ്റായി. അപ്പോൾ നമ്മൾ ഒരു സ്പോട്ട് ലേറ്റായി പിന്നെ അവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ലേറ്റാവും. അപ്പോൾ രാവിലെ താജ്മഹൽ കണ്ട് വന്ന് തിരിച്ച് ഹോട്ടലിൽ വന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് പിന്നെ നമ്മൾ നേരെ ഡൽഹി പോവുക. ഡൽഹി ഇവിടെ നിന്ന് ഒരു 4 മണിക്കൂറുണ്ട്. ആ 4 മണിക്കൂർ ട്രാവലുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ പലതും ലേറ്റായി. മറ്റേത് നമ്മുടെ താജ്മഹൽ ആദ്യത്തെ ദിവസം നടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഡൽഹി പോയാൽ ഒരു ഉച്ചയ്ക്ക് മുന്നേ തന്നെ നമുക്ക് 1-2 പ്ലേസുകൾ 1-2-3 പ്ലേസുകൾ കണ്ടു തീർക്കാൻ പറ്റുമായിരുന്നു. അതിനുശേഷം നമുക്ക് കാണുമ്പോൾ നമുക്ക് സാവകാശം നമുക്ക് ധൃതി പിടിക്കാണ്ട് ആയത്തിൽ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല. അപ്പോൾ ഇന്നലെ ലേറ്റ് ആയപ്പോൾ ഇന്ന് നമ്മൾ പോകേണ്ട 2 സ്പോട്ടുകളും കൂടി അപ്പോൾ ഇന്നലെ നമ്മൾ ഓൾറെഡി ലേറ്റായി. അപ്പോൾ ഇന്നലെ കണ്ടു തീർക്കേണ്ട വേറെ 2 സ്പോട്ടുകൾ അത് ഇന്നത്തേക്ക് ആഡ് ചെയ്യേണ്ടി വന്നു, ഇന്നത്തെ ഐറ്റിനറിയിൽ. ഇനിയിപ്പോൾ ഇന്നത്തെ കാര്യം എന്താവും അറിയില്ല. നമുക്ക് ഓരോ സ്ഥലം ഓടി നടന്ന് കാണേണ്ട അവസ്ഥ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതാണ് ഈ പ്രശ്നം. അതിപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിലും നമ്മൾ പേഴ്സണലായിട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കൊരു ടൈമിംഗ് ഉണ്ട്. ടൈമിംഗ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് വേണം. ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ എത്ര സമയത്തിന് നമ്മൾ ഹോട്ടലിൽ നിന്നല്ല എപ്പോൾ നമ്മൾ എണീക്കണം എന്നുള്ളത് തൊട്ടിട്ട് ശരിക്കും പ്ലാൻ ചെയ്യണം. നമ്മുടെ വീട്ടിലുള്ള പോലെ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തോന്നിയ പോലെ അങ്ങനെ പറ്റില്ല. അല്ലെങ്കിൽ വേണ്ട എല്ലാം ഒന്നും കവർ ചെയ്യണമെന്നില്ല, കാണേണ്ടത് കണ്ടാൽ മതി അങ്ങനെ ചിന്തിക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇന്ന ദിവസം നമ്മൾ ഇത്ര സ്ഥലത്തേക്കൊക്കെ പോവാം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് എണീറ്റ് ഒരു ടൈം എന്തായാലും ഫിക്സ് ചെയ്യണം. എത്ര സമയത്ത് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയാൽ എത്ര സമയത്ത് എത്തും, എത്ര സമയത്തിനുള്ളിൽ തിരിച്ചിറങ്ങണം, അങ്ങനെ കൃത്യമായി പ്ലാനിങ് ഉണ്ടാവണം. ആ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മളത് പാലിക്കാനും നോക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ചൊരു 5-10 മിനിറ്റ് ഒക്കെ ലാഗ് ആയാലും കുഴപ്പമില്ല. പക്ഷേ ഈ മണിക്കൂറുകൾ ലാഗ് ആകുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. നമുക്കൊരു ദിവസം നമ്മൾ എത്ര സ്ഥലം കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അത്രയും സ്ഥലം കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ട്രിപ്പ് എന്ന് പറയുന്നത് അതൊട്ടും ഒരു റിലാക്സിങ് ആയിട്ടുള്ള സംഭവം ആയിരിക്കില്ല. അതിന് നമ്മൾ വെറുതെ ചില്ല് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങോട്ടെങ്കിലും പോകണം. നമ്മൾ മെയിനായിട്ട് ഈ ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്യാനാണ് വന്നേക്കണത്. അപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക എഫേർട്ട് എടുത്ത് കുറച്ച് അഡ്വഞ്ചറസ് ആയിരിക്കും. ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനോ ഫുഡ് കഴിക്കാനോ അങ്ങനത്തെ ഉള്ളതില്ല. നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഉദ്ദേശം എക്സ്പ്ലോർ ചെയ്യുക, സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലാഗാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് പരമാവധി കാണാൻ പറ്റും. അപ്പോൾ എനിക്കിതിലൊരു ചെറിയൊരു സാറ്റിസ്ഫിക്കേഷൻ കുറവെന്ന് പറയുന്നത് താജ്മഹൽ നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോസും ഫോട്ടോസും എടുക്കണം. കാരണം ആദ്യം തന്നെ അതിൻ്റെ തിരക്കിലായിരിക്കും. അപ്പോൾ ഇത് എൻജോയ് ചെയ്യണം എന്നുള്ള സാധനം പോവും. അതാണ് അതുകൊണ്ട് എനിക്ക് ചില സമയത്ത് പോകുമ്പോൾ എനിക്ക് അങ്ങനെ ഫോട്ടോസും വീഡിയോസ് എടുക്കാനും തോന്നില്ല. കാരണം എനിക്ക് അത് എൻജോയ് ചെയ്യാനോ തോന്നുക.
അപ്പോൾ അതൊന്നും ഇങ്ങനെ ആഴത്തിലൊന്ന് കണ്ട് നടക്കാനോ ഒന്ന് ഇരുന്ന് ആസ്വദിക്കാനോ കുറച്ച് സമയക്കുറവായി. അതിൻ്റെ ഒരു ചെറിയൊരു സാറ്റിസ്ഫിക്കേഷൻ കുറവുണ്ട്. പക്ഷെ ബാക്കി ഇതുവരെ വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പോകുന്നത് കുത്തബ് മീനാറൊക്കെയാണ്. അപ്പോൾ ഇനി വരുന്ന കാഴ്ചകൾ നമുക്ക് ബാക്കി കാണാം. ഓക്കെ. അങ്ങനെ നമ്മുടെ ഡൽഹി ട്രിപ്പിൻ്റെ ലാസ്റ്റത്തെ ദിവസമാണ്, മൂന്നാമത്തെ ദിവസം. 3 ദിവസം ശരിക്കും നമുക്ക് ഡൽഹിയിലുള്ളൂ. ബാക്കി 4 ദിവസവും ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമുക്ക് ട്രെയിൻ യാത്രയാണ്. പക്ഷേ നമുക്ക് അഫോർഡബിൾ ആയിട്ട് വരണമെങ്കിൽ ഇത് തന്നെയാണ് വഴിയുള്ളൂ. AC എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ ഞാൻ എടുത്തത് നോൺ AC ആണ്. ഞങ്ങളെടുത്തത് നോൺ AC ആണ്. അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്ലൈമറ്റിൽ നോൺ ACയിൽ പോകാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. ഈ ക്ലൈമറ്റിൽ എന്നല്ല, ഈ ചൂടല്ലെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയായിരിക്കും നോൺ ACയിൽ പോകുന്നത്. കുറച്ചും കൂടിയും നമുക്കൊരു പ്രൈവസി AC-യിൽ ഉണ്ടാവും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ നമ്മൾ പരമാവധി ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കിയിട്ടാണ് എടുത്തത്. സവാരി എന്ന് പറഞ്ഞിട്ടുള്ള ട്രാവൽ ഏജൻസിയിൽ പെർ പേഴ്സൺ ഞങ്ങൾക്ക് 9,500 വന്നത്. ഇനി AC ആണെങ്കിൽ 12,500. അപ്പോൾ ഇതിൽ ഫുഡും സ്റ്റേയും എല്ലാം ഇൻക്ലൂഡാണ്. 3 നേരത്തെ ഫുഡും ഇൻക്ലൂഡാണ്. ട്രെയിനിലത്തെ ഫുഡ് മാത്രം നമുക്ക് ഇൻക്ലൂഡ് അല്ല. ടിക്കറ്റും എല്ലാം അതിൽ വരും. ബാക്കി നമ്മൾ ഇവിടുന്ന് കയറി അവിടെ എത്തി തൊട്ടിട്ടുള്ളതും പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അന്നത്തെ നൈറ്റിലത്തെ ഫുഡും കൂടി നമുക്ക് പാക്ക് ചെയ്ത് തന്നയക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാ ഞാൻ റെഡിയായി. ഒരാളിത് അവിടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോവുകയാണ്. നമ്മളിവിടുന്ന് നേരെ കുത്തബ് മീനാറാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മളിവിടുന്ന് ബസ്സിൽ കയറി ബാഗൊക്കെ വെച്ച് പിന്നെ അങ്ങനെ പോവും. പിന്നെ എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ട് ലാസ്റ്റ് അവർ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിടും. നമ്മുടെ ടൂർ ഓപ്പറേറ്റർ നമ്മുടെ കൂടെ ഫുൾ ടൈം ഉണ്ടാവും കേട്ടോ. ആൾ അടിപൊളിയാണ്. ആൾ ഫുൾ ടൈം നമ്മുടെ കാര്യങ്ങൾ വന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ രാവിലത്തെ ഫുഡ് ഐറ്റംസ് ആണ് ഇതൊക്കെ. നോർമൽ ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടുന്ന സാധനങ്ങൾ തന്നെ. ഫ്രൂട്ട്സ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്, മുട്ട ഉണ്ട്, പിന്നെ ആലു പൊറോട്ടയായിരുന്നു, പിന്നെ എന്തായിരുന്നു പൂരിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മളിതാ ബസ്സിൽ കയറിയിരുന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ കുത്തബ് മീനാറാണ് ആദ്യം തന്നെ പോയത്. ഇത് ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ. അപ്പോൾ അതാ മോളിൽ കൂടെ ഇങ്ങനെ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്താണ് എയർപോർട്ട് വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റ് പോയിരുന്നു. അപ്പോൾ ഈ കുത്തബ് മീനാർ ഭയങ്കര ഹൈറ്റ് ആണല്ലോ. അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഫ്ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ട്രൈ ചെയ്തു, പക്ഷേ എല്ലാം അങ്ങോട്ട് കിട്ടിയില്ല. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതയാണ് ടിക്കറ്റ് ഇതാ ഇങ്ങനെ കോയിൻ പോലെ ഇരിക്കും. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, താജ്മഹൽ കാണാൻ പോകുന്ന വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഇതേപോലെ ഒരു കോയിനാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. എൻട്രൻസ് ആണ്. എനിക്കൊരു ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത്, ഡൽഹിയിലെ മറ്റ് സ്ഥലങ്ങളെല്ലാം അത്രയാണ്ട് ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് പറയാൻ പറ്റില്ല. അതിപ്പോൾ നമ്മൾ നോർത്ത് സൈഡിൽ പോകുമ്പോഴത്തേക്കും, നോർത്ത് എന്നല്ല നമ്മുടെ കേരളം വിട്ട് ഒരു സ്ഥലങ്ങളിലേക്ക് പോയ കൂടുതൽ ഭാഗങ്ങളും ഇങ്ങനെ ആയിരിക്കും. ഈസ്റ്റൊന്നും പിന്നെ എനിക്ക് അറിയില്ല. ഈസ്റ്റിലേക്കും വെസ്റ്റിലേക്കും ഇതുവരെ പോയിട്ടില്ല. സൗത്തും നോർത്ത് തന്നെ പോയിട്ടുള്ളൂ. അപ്പോൾ ഇച്ചിരി അത്ര ക്ലീൻ ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആദ്യമൊക്കെ ഈ കുത്തബ് മീനാറിൻ്റെ ടോപ്പിലേക്ക് കയറി പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ പിന്നീട് പല ആൾക്കാരും അതിൻ്റെ മുകളിലേക്ക് കയറി അതുമ്മ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി. സൂയിസൈഡ് അതിൻ്റെ മേലെയായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആൾക്കാരെ മുകളിലേക്ക് കടത്തി വിടാണ്ടായി. താഴെ മാത്രം നിന്നിട്ട് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതായി കാണുന്നതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ ഇടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് വന്നത് എന്തായിരുന്നു, അത് വിട്ടുപോയി. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്, ഗ്രൂപ്പ് ഫോട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ എല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോ എടുക്കുമായിരുന്നു. ഇത് അതിൻ്റെ ഉള്ളിലുള്ള മറ്റ് സംഭവങ്ങളായിട്ട് ഇങ്ങനെ പഴമ തോന്നിക്കുന്ന കെട്ടിടങ്ങളാണ്. പഴയ കെട്ടിടങ്ങൾ തന്നെയാണ്. പണ്ടത്തെ കുറേ നല്ല ഒരു റെഡ് കളറാണ് അതിൻ്റെ എല്ലാ ഒരു കൊത്തുപണികളും. അത് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന കല്ലുകളൊക്കെ ഒരു റെഡ് കളർ. അപ്പോൾ നമ്മൾ റെഡ് ഫോർട്ടിൽ പോയാലും ആ റെഡ് ഫോർട്ടിൽ നിന്ന് പേര് വരുന്നത് അതന്നെയുള്ളൂ. ആ ഫോർട്ട് മൊത്തം പണിത് വെക്കുന്നത് റെഡ് കളറുള്ള കല്ലുകൾ കൊണ്ടാണ്. അപ്പോൾ ഇതും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇതുമത്തെ ഡിസൈൻ വർക്കൊക്കെ നല്ല രസം. എല്ലായിടത്തും ഈ ആർച്ച് വർക്ക് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ ഓർമ്മ വന്നു കേട്ടോ. അതായത് ഡൽഹിയുടെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമുക്കൊരു അൺക്ലീൻ ആയിട്ട് തോന്നുകയാണെങ്കിൽ, പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാൻ പോകുമ്പോൾ, അതായത് ഈ ടൂറിസ്റ്റ് പ്ലേസുകൾ നല്ലോണം ക്ലീൻ ആയിട്ട് തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് പറയാണ്ടിരിക്കാൻ വയ്യ. അവരത് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഗാർഡൻ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ അത് എപ്പോഴും ക്ലീൻ ആക്കുന്നുണ്ട്. പക്ഷേ മറ്റ് പ്ലേസസൊക്കെ നമ്മൾ നോർമൽ റോഡിലേക്ക് ഇറങ്ങിയാൽ അത് അത്രയ്ക്കാണ്ട് ക്ലീൻ ആവില്ല. പക്ഷേ വലിയ കുഴപ്പമില്ല. ചില ഏരിയാസാണ് ഭയങ്കര ഒരു നമുക്ക് ഇതായി തോന്നുന്നത്. വേസ്റ്റൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ചില സ്ഥലത്തൊന്നും വലിയ കുഴപ്പമില്ല. അപ്പം നമ്മളിതാ ഒക്കെ ഒരുവിധം കണ്ടിറങ്ങി. നല്ല വെയിലുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഞാൻ ഓൺ വോയിസ് കൊടുത്തതാണ്. പക്ഷേ പിന്നീട് എനിക്കിതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടപ്പോൾ ഒരു പ്രശ്നം വന്നു. ഞാൻ ഓൾറെഡി ഈ വീഡിയോ ഒരു തവണ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണ്. പക്ഷേ ഞാനതിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് വന്നു. അപ്പോൾ എനിക്ക് രണ്ടാമത് ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് വീണ്ടും എഡിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ഓൺ വോയിസ് കൊടുത്ത സംഭവങ്ങളൊക്കെ എനിക്ക് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു. അതാ ഇപ്പോൾ ഞങ്ങൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണത്. എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു
ആൾ തേനീച്ചക്കൂട് നശിപ്പിച്ച് കളയായിരുന്നു മരത്തിൻ്റെ മുകളിൽ നിന്നിട്ട്. ഇപ്പോൾ നമ്മളിനി അടുത്ത് പോകുന്നത് ലോട്ടസ് ടെമ്പിൾ കാണാനാണ്. അപ്പോൾ നമ്മുടെ ഭാഗ്യക്കേടെന്ന് പറയാലോ, നമ്മൾ പോകുന്ന ദിവസം തന്നെ അവിടെ ഈ VIP എൻട്രീസും പാർലമെൻറ്റും ഒക്കെ നടക്കുന്ന സമയമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഐറ്റിനറിയിലുള്ള 2 സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റിയില്ല, രാഷ്ട്രപതി ഭവനും പാർലമെൻറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ പോയി കാണാൻ പറ്റില്ല, പുറമെ റോഡ് സൈഡിൽ നിന്നിട്ടേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്കതുകൂടി പറ്റില്ല, നമുക്ക് വളരെ ദൂരെ നിന്ന് കാണാൻ പറ്റുള്ളൂ. ഇതിന് തൊട്ടടുത്ത് അതിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൽ തന്നെ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു, അത് പറ്റിയില്ല. ഇപ്പോൾ VIP എൻട്രീസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ ഫ്രണ്ടിലേക്ക്, ഈ കാണുന്ന ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടേക്ക് നമ്മുടെ ബസ് കടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഫുൾ ബ്ലോക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറൊരു സ്ഥലത്ത് നിർത്തി അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നല്ല വെയിലാണ്. അപ്പോൾ സമയം ഏകദേശം ഒരു 10:30 ആ ഒരു സമയമായിട്ടുള്ളൂ, 10 മണി 10:30. പക്ഷെ നല്ല വെയിലാണ്. നമ്മുടെ കേരളം വിട്ടിട്ട് പുറത്ത് പോകുമ്പോഴൊരു പ്രത്യേകത, തമിഴ്നാടും കഴിഞ്ഞ് എനിക്ക് തോന്നിയിരിക്കണത് നല്ല ചൂടായിരിക്കും, ഒരു പൊള്ളണ ഒരു ചൂടാണ്. പക്ഷെ നമ്മളൊട്ടും വേർക്കില്ല. പക്ഷെ ആ നേരം ഇവിടെ നമ്മളിങ്ങനെ വേർത്തൊലിക്കും, ഒരു പുഴുക്കാണ് നമുക്കിവിടെ, വേർത്തിങ്ങനെ ഒലിക്കും. പക്ഷേ ഒരു പൊള്ളൽ ഇച്ചിരി കുറവായിരിക്കും. പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു പൊള്ളണ വെയില, പക്ഷെ നമ്മളൊട്ടും വേർക്കില്ല. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, വേർക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, നമ്മൾ വേഗം ടയേർഡാവും. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് ടയേർഡാവണ പോലെ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഈ ഒരു കേരളം തമിഴ്നാടൊക്കെ വിട്ട് മറ്റ് കൺട്രീസിലേക്ക് പോകും തോറും ഇതാണ് ഒരവസ്ഥ. അവിടെ ഹ്യൂമിഡിറ്റി കുറവാണ്. അപ്പോൾ നമ്മളിതാ ഇനി ലോട്ടസ് ടെമ്പിളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ചെരുപ്പിട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ചെരുപ്പുകൾ സൂക്ഷിക്കാനൊരു ചാക്ക് തരും, ഒരു സഞ്ചി. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെരുപ്പുകൾ ഇട്ടിട്ട് നമുക്ക് തന്നെ അത് കൈപിടിക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ക്യൂ നിൽക്കണം. ഇവിടെ നമുക്ക് ക്യാമറ അലൗഡ് അല്ല ഉള്ളിലേക്ക്. ഇതൊരു പ്രാർത്ഥനാലയമാണ് ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ഈ മൂർത്തി വിഗ്രഹം ഒന്നും ഉണ്ടാവില്ല, പ്രാർത്ഥനാലയമാണ്. നമുക്കവിടെ സൈലൻ്റ് ആയിരുന്നു പ്രേ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ വീഡിയോസൊന്നും പിന്നൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ അവിടുന്ന് അടുത്ത സ്പോട്ട് പോകുന്നത് ഇന്ദിരാഗാന്ധി ഭവനിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിയിലത്തെ കാഴ്ചകളുണ്ട്. എനിക്ക് ഈ പാത്ത് ഭയങ്കര ഇഷ്ടമായി. അതായത് ഇന്ദിരാഗാന്ധി ഭവൻ, അതായത് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ വീട്, അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ഇപ്പോൾ അവരുടെ സ്മാരകമായിട്ടും ഒരു മ്യൂസിയം പോലെയാണല്ലോ സൂക്ഷിച്ചേക്കണത്. അപ്പോൾ അതിലേക്ക് പോകുന്ന ആ വഴിയാണ്, 2 സൈഡ് നിറച്ച് മരങ്ങളായിട്ട്. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ, സ്കൂൾ കോളേജിൽ നിന്ന് വന്നവരുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് അവരുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. അതിപ്പോൾ മൊത്തത്തിലൊരു ആർട്ട് ഗാലറി പോലെയും, കാരണം അവരുടെ ജനിച്ചപ്പോൾ തൊട്ടിട്ടുള്ള മരണം വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും, പിന്നെ അന്നത്തെ കാലത്ത് നടന്നേക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ, ന്യൂസ് ഹെഡ്ലൈൻസ്, ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഒക്കെയാണ് ഒരുപാട്. പിന്നെ അവർ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ അതെല്ലാം നന്നായി തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ദിരാഗാന്ധിയുടെയും പിന്നെ രാഹുൽ ഗാന്ധിയുടെയും ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായി തന്നെ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് വിവരങ്ങൾ അതിൽ നിന്ന് കിട്ടുമായിരുന്നു. ഇതാണ് പ്രധാനമായിട്ടുള്ള സംഭവം. ഇന്ദിരാഗാന്ധി മരിക്കുന്ന അന്നത്തെ ദിവസം അവർ ധരിച്ചിരുന്ന വസ്ത്രമാണ് സാരിയും ബാഗും പിന്നെ ചെരുപ്പൊക്കെ. അതവർ നന്നായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവരുടെ ലൈബ്രറി ഹാളാണിത്. നല്ല രസമുണ്ട്. ഇത് വളരെ കാലം മുന്നേ പണിതിട്ടുള്ള വീടാണെങ്കിലും അതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷനും അതിൻ്റെ ആ ഒരു മോഡലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എത്രയൊക്കെയായാലും അത് നല്ല രസമായി തന്നെ ഇപ്പോഴും അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതായി കാണുന്നത് മൊത്തം രാഹുൽ ഗാന്ധിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ജനനം മുതലുള്ള മരണം വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സും ആൾ പഠിച്ച ഡീറ്റെയിൽസും പിന്നെ സോണിയാഗാന്ധിനെ പരിചയപ്പെടുന്നതും അവരുടെ വിവാഹം തുടങ്ങിയ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറേ ന്യൂസ് പേപ്പർ കട്ടിങ്സാണ് കേട്ടോ. മെയിനായിട്ട് രാഷ്ട്രീയ രംഗത്ത് തിളങ്ങി നിന്നിരുന്ന ആൾക്കാരല്ലേ, പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അതൊക്കെ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ടിക്കറ്റ് ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ടിക്കറ്റ് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതായത് രാഹുൽ ഗാന്ധി മരിച്ചിരുന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രമാണ്. എല്ലാവർക്കും അറിയാമല്ലോ, സ്ഫോടനമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ബ്രോക്കൺ പീസസ് കിട്ടിയിട്ടുള്ളൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഇന്ദിരാഗാന്ധി എവിടെയാണ് മരിച്ചു വീണത്. അവർ രാവിലെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത്, അവരുടെ ആ നടപ്പാതയിലൂടെ നടക്കുന്ന സമയത്ത് അവരുടെ സ്വന്തം സെക്യൂരിറ്റി ഗാർഡ്സ് വെടിവെച്ച് കൊന്നതാണല്ലോ, നമുക്കെല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇനി അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എനിക്കും അത്ര അധികം അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെയൊക്കെയാണ് മരിച്ചെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ അതിനെ ഡീറ്റെയിൽഡായിട്ട് അറിഞ്ഞത് ശരിക്കും ഇവിടെ വന്നപ്പോഴാണ്. അപ്പോൾ ആ മരിച്ച് വീണ സ്ഥലം അവരിങ്ങനെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് പോലെ സെറ്റ് ചെയ്തിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലായിടത്തും ഇങ്ങനെ ഓരോ ബോർഡുകൾ വെച്ച് അതിലിങ്ങനെ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഒരു ഏരിയ കാണുന്നില്ലേ, അവിടെയാണ് ഇന്ദിരാഗാന്ധി മരിച്ചു വീണത്. ഈ ഗ്ലാസ് ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കാണാമല്ലോ, ഇവിടെ നിന്നിട്ടാണ്
ഗാർഡ്സ് അവരെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് നല്ല വൃത്തിക്ക് തന്നെ അവർ, ഇതിപ്പോൾ കുറച്ച് ഇലകളൊക്കെ വീണ് കിടക്കുന്നുണ്ട്, പക്ഷെ അത് അവർ ക്ലീൻ ചെയ്യും. നമുക്ക് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല, ചുറ്റും ഗാർഡ്സാണ്. അങ്ങനെയൊക്കെ ഉണ്ട് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അപ്പോഴത്തേക്കും ഉച്ചയായി നമ്മൾ ഡൽഹിയിലെത്തി. ആദ്യത്തെ ദിവസം നമ്മൾ ആദ്യം ആഗ്രഹമില്ലായിരുന്നല്ലോ, അപ്പോൾ ഡൽഹിയിൽ ആദ്യത്തെ ദിവസം നമ്മൾ പോയപ്പോൾ ഒരു ആന്ധ്രാഭവനിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെയായിരുന്നു നമ്മൾ പിറ്റേ ദിവസം ഫുഡ്, നല്ല ഫുഡ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് അടുത്തത് ഗാന്ധിജിയുടെ സ്മാരകം കാണാനാണ്, രാജ്ഘട്ട്. സമയത്തൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ, നല്ല വെയിലാണെന്നാണ് ഞാൻ സംസാരിക്കുന്നത്, കാല് പൊള്ളുന്നുണ്ടായിരുന്നു. നമുക്ക് അവിടേക്കൊന്നും ചെരുപ്പിടാൻ പറ്റില്ല, ഇവിടെ ഇങ്ങനെ ഷീറ്റ് പോലെ വിരിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ചെരുപ്പിടാൻ പറ്റില്ല അവിടേക്ക്. അപ്പോൾ അതുകൊണ്ട് കാല് നല്ല പൊള്ളലായിരുന്നു. അപ്പോഴത്തേക്ക് ഇത് നല്ല ഉച്ച സമയമാണ്, എനിക്ക് തോന്നുന്നു ഒരു 2 മണി സമയമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തൊപ്പിയും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നടക്കുന്നത്, അതൊക്കെയാണ് ഞാൻ അതിൽ പറയുന്നത്. അപ്പോൾ ഇത് ഗാന്ധിജിയുടെ സ്മരണാർത്ഥം പണിതേക്കതാണ്, ഹീറാം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വലിയൊരു പ്ലോട്ടിൽ ഇങ്ങനെ സെൻട്രലായിട്ടാണ്. അപ്പോൾ അവിടെ ഈ രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന അത് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകും. പക്ഷെ അവിടെ ഇങ്ങനെ ഫോട്ടോഗ്രാഫിയുടെ ഒരു സെറ്റപ്പ് ഉണ്ട്, നമുക്ക് അപ്പം തന്നെ ഫോട്ടോസ് എടുത്ത് കിട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, അത് താജ്മഹലും എല്ലായിടത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മൾ ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലം. സ്നീക്കേഴ്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലും, നോർമൽ ചെരുപ്പ്സ് ആണെങ്കിൽ വേറെ സൈഡിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു, ലേഡീസിൻ്റെയും ജെൻസിൻ്റെയൊക്കെ വേറെ ആയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചെരുപ്പുകളൊക്കെ ഇട്ടിട്ട് ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് വേറെ എങ്ങോട്ടല്ല, സരോജിനി മാർക്കറ്റിലേക്കാണ്. പിന്നെ ഇപ്പം നമ്മുടെ ഒരുവിധം ഡെസ്റ്റിനേഷനൊക്കെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല. ഇനിയുള്ളത് നമ്മുടെ ഐറ്റിനറിയിൽ രണ്ടെണ്ണം, ഒന്ന് രാഷ്ട്രപതി ഭവനും പാർലമെൻ്റ് ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് അകലെ നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അതുകൊണ്ട് തന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ബ്ലോക്കും ട്രാഫിക്കായിരുന്നു പാർലമെൻറ്റ് നടക്കണതുകൊണ്ട്. അപ്പോൾ നമ്മളത് സരോജിനി ഭവനിലെത്തി. അതും നമുക്ക് അവിടെ അധികം സമയം കിട്ടിയില്ല, ആകെ 1 മണിക്കൂറാണ് നമുക്ക് ഷോപ്പിങ്ങിന് ടൈം കിട്ടിയുള്ളൂ. അതുകൊണ്ടൊരു ഓടി പിടച്ചിലായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ കാല് കുത്താൻ പറ്റില്ല, എന്ന് വെച്ചാൽ അത്രയും തിരക്കാണ്. ആൾക്കാരിങ്ങനെ നമ്മുടെ പിന്നിൽ വന്ന് നമ്മൾ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്നാലും നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് ബസ്സിൽ കയറിയപ്പോൾ നമ്മുടെ ടിക്കറ്റാണ്. അപ്പോൾ നമ്മളങ്ങനെ ഡൽഹി വിട്ടിട്ട് നമ്മൾ തിരിച്ച് ബാക്ക് ടു കേരള, നമ്മുടെ തൃശ്ശൂർക്ക് പോവാണ്. അപ്പോഴത്തേക്കും സമയം ഒരു 5:36 ആ ഒരു ടൈമായിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ാണ് നമ്മളവർ ട്രെയിനിൽ, അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടുക എന്ന് പറയുന്നത്. ആ സമയത്ത് ആകുമ്പോഴത്തേക്കും ഞാൻ വെയിലൊക്കെ കണ്ട് ആകെ ടാൻ അടിച്ച് ഡള്ളായിട്ടോ, അത്യാവശ്യം ടാനൊക്കെ ആയി ഉണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ സൈഡ് ബാഗിൻ്റെ സിബൊന്നും നാശമുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു പൈന കണ്ടപ്പോൾ ശരിയാക്കാൻ കൊടുത്തത്. അയ്യോ, അത് വലിയ അബദ്ധമായി. 350 രൂപയാണ് ഒരു സിബ് വയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ ചോദിച്ചത്. ഞാൻ അവസാനം അടി ഉണ്ടാക്കിയിട്ടാണ് അവൻ്റെ അടുത്ത് പകുതി പൈസയും ഞാൻ കൊടുത്തില്ല. ഫുൾ പറ്റിപ്പാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടാവും, അപ്പോൾ അവരെ നമ്മളൊന്ന് കരുതിയിരിക്കണം. അവരിങ്ങനെ നമ്മളിങ്ങനെ ഊറ്റിയെടുക്കും, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മുടെ ട്രെയിൻ 8:30-ക്കായിരുന്നു. അപ്പോൾ നമ്മളിതാ ട്രെയിൻ കയറാൻ പോവാണ്. ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഉണ്ടായിട്ട്, ഇടയിൽ നമ്മൾ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തുള്ള വേറൊരു മാർക്കറ്റിലേക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി നമ്മളിതാ ട്രെയിനിൽ കയറി. ഇനിയിപ്പോൾ ഒരു 1.25 ദിവസം ഈ കുത്തിരിപ്പന്നെയാണ് ഇതേ വേഷത്തിൽ. അതാണ് ഏറ്റവും നമ്മുടെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ട്രെയിനിൽ നമ്മൾ കുളിക്കണം നനയ്ക്കണ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഡ്രസ്സ് ഇട്ട് ഇറങ്ങി. അന്നത്തെ ദിവസം മൊത്തം നമ്മൾ ആ ഡ്രസ്സിൽ തന്നെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മുഷിഞ്ഞുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നേഴ്സൊക്കെയും നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ളൊരു സാഹചര്യം പോലും ഇല്ല. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ തിരിച്ച് വേറെ ഹോട്ടലിൽ പോകണം, അല്ലെങ്കിൽ അതിന് വേണ്ടി റൂം എടുക്കണം. അത് ഇത്തിരി ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. നമ്മളങ്ങനെ കാര്യമായിട്ട് ഫുഡൊന്നും വാങ്ങിച്ചിരുന്നില്ല. അവർ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതാണ് ആദ്യത്തെ ദിവസം രാത്രി കഴിച്ചത്. പിന്നെ പിറ്റത്തെ ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് ആദ്യത്തെ നമ്മൾ വരുമ്പോൾ ചെയ്ത പോലെ തന്നെ സൊമാറ്റോന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. വലിയ കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെയായിരുന്നു. പിന്നെ പരമാവധി ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്ത് കഴിക്കുക നല്ലത്. കാരണം എത്രയൊക്കെ പറഞ്ഞാലും ട്രെയിനിലത്തെ ബാത്റൂംസ് എന്ന് പറയുന്നത് അത്ര നല്ലതൊന്നുമല്ല. അപ്പോൾ പരമാവധി അത് ഉപയോഗിക്കാണ്ടിരിക്കാനാണ് ഞാൻ ശ്രമിച്ചിരുന്നു. യൂറിൻ പിന്നെ പാസ് ചെയ്ത് നിവൃത്തിയില്ലല്ലോ. അതും ഞാൻ വളരെ എന്താ പറയുക മിനിമലായിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ പാലക്കാട് എത്താറായിട്ടാണ്. അപ്പോഴത്തേക്കും കുറച്ച് മലയാളികളൊക്കെ കണ്ട് ഇത്തിരി പച്ചപ്പൊക്കെ കണ്ടപ്പോൾ തന്നെ സമാധാനമായി. അപ്പോൾ അവിടെ ഇങ്ങനെ മാങ്ങയും പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ടത് കൊടുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ ഡൽഹി യാത്ര എന്ന് പറയുന്നത്. നല്ല യാത്ര തന്നെയായിരുന്നു. ഒരുപാട് കാലങ്ങളായി നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സംഭവം നടന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണുന്നതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. സോ ബൈ.